പ്രിയമുള്ളവരെ, റാഫിയടൂരാണേ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമ്മളിന്നൊരു ചെറിയ ട്രക്കിങ്ങിന് പോകണം കേട്ടോ. നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. മരുഭൂമിയിലൊരു വെള്ളച്ചാട്ടം, കിടിലൻ കാഴ്ചയാണ് കേട്ടോ. സംഭവം എന്ന് പറയുന്നത്, നമ്മളൊരു സ്ഥലത്ത് നിന്നിട്ട് അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്. അധികം ആരും അങ്ങോട്ടേക്ക് കയറി പോകില്ല. അവിടുന്ന് ഒരു നല്ല ട്രക്കിംഗ് ഉണ്ട്, ഒരു 3 മണിക്കൂറോളം ട്രക്കിംഗ് ഉണ്ട്. അപ്പം നമ്മളിന്ന് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 7:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടുന്ന് മസ്കറ്റിൽ നിന്ന് ഏകദേശം 6 മണിക്കാണ് ഇറങ്ങിയത്. അവിടെ ചെന്നിട്ട് നമുക്ക് കിടിലൻ കാഴ്ചകളായിരിക്കും കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. ട്രക്ക് ചെയ്ത് നമ്മൾ അവസാനം ഒരു സ്വർഗത്തിലെത്തും കേട്ടോ. കിടിലൻ കാഴ്ചകളായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളങ്ങനെ മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു 17 കിലോമീറ്റർ ആണ് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോകാനുള്ളത്. ഓക്കെ, ഇവിടുന്ന് ഇതൊരു ഉള്ളു വഴിയാണ് കേട്ടോ. ഇവിടുത്തെ മാക്സിമം സ്പീഡ് 60. അങ്ങനെ നമ്മളിനി പോകുന്നത് ടാറിടാത്ത വഴി കൂടെ ആണ് കേട്ടോ. കുറച്ച് അവിടം വരെ ഉള്ളായിരുന്നു ടാറിട്ടത്. ഇനിയും കുറച്ച് ഓടാനുണ്ട്. ഒരു ഏകദേശം ഒരു 7 കിലോമീറ്ററോളം 5-6 കിലോമീറ്ററോളം പിന്നെ ടാറിടാത്ത വഴി കൂടെ നമ്മളിനിയും പോകാൻ പോകുന്നത് കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് ആൾക്കാരൊന്നുമില്ല. നിങ്ങൾക്കറിയാലോ, നമ്മള് വെള്ളിയാഴ്ച ദിവസമാണ് സാധാരണ യാത്ര ചെയ്യുന്നത്. വെള്ളിയാഴ്ച ദിവസം രാവിലെ ഇറങ്ങും. ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഇറങ്ങും. എന്നിട്ട് അന്നത്തേക്ക് ദിവസമാണ് നമ്മൾ ആകെ ലോങ് വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ തന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ആളുകളൊക്കെ കുറവായിരിക്കും. നിങ്ങൾ ഇവിടുത്തെ ഒരു ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നല്ല തണുപ്പ് കേട്ടോ. നല്ല സൂപ്പർ സ്ഥലങ്ങളാണ്. ഇവിടെ ഇനിയും ഭാവിയിൽ ടാറിടാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. റോഡൊക്കെ നല്ല രീതിയിൽ പണിഞ്ഞിട്ടേക്കുവാണ് കേട്ടോ. നല്ല ഷാർപ്പാക്കി ഇട്ടേക്കുവാണ്. മണ്ണ് റോഡായാലും നല്ല ഷാർപ്പാക്കി ഇട്ടേക്കുവാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു റോഡിൽ കൂടെ പോകുന്നത്. വണ്ടി വരുന്നുണ്ട് കേട്ടോ താഴേന്ന്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു ലൈറ്റ് അടിച്ച് കാണിച്ചു കേട്ടോ. ഒമാനി കൈ നോക്കി കാണിച്ചു കേട്ടോ, പയ്യെ വരാൻ വേണ്ടിയിട്ട്. സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ജബൽ അൽ അബ്യാദ് 17 വാദി അർബൈൻ. വാദി അർബൈൻ അങ്ങോട്ടേക്കാണ് കേട്ടോ. ലെഫ്റ്റ് നമ്മളിനി അങ്ങോട്ട് പോകണം. ഈ വഴി കയറി പോകണം. എല്ലാം മണ്ണാണ് കേട്ടോ. ഇവിടെ എല്ലാം മണ്ണ് റോഡാ. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ കാണിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്. ഇതാ ആ കിടക്കുന്ന കുത്തനെയുള്ള വഴി കയറണം കേട്ടോ നമ്മള്. വെച്ചിട്ട് പെട്രോൾ അങ്ങനെ തീർന്നു. അതുകൊണ്ട് ഫുള്ള് അടിച്ചിട്ടാ വന്നത് ഞാൻ. എനിക്കറിയാമായിരുന്നു ഇങ്ങനത്തെ കുറെ വഴികൾ ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ മുൻകൂട്ടി എല്ലാം. നമ്മുടെ ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രശ്നം കേട്ടോ. മെമ്മറി കാർഡ് സ്റ്റോപ്പ് എന്ന് കാണിക്കുന്നു. SD കാർഡിന്റെ എന്തോ ഒരു പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ കട്ടായി പോകുന്നു കേട്ടോ. അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് അടിപൊളിയാ കേട്ടോ സംഭവം. താഴെ കുറെ വീടൊക്കെ കാണുന്നുണ്ട്. ഇത് കുത്തനെയുള്ളൊരു ഇറക്കം കേട്ടോ. അങ്ങ് ദൂരെ കുറെ വീടൊക്കെ കാണുന്നുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ ഇവിടുത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ പഴയ വീടുകളൊക്കെ കാണാൻ പറ്റും. നമുക്ക് കുറെ ഷെഡുകളും ഒക്കെ കാണാൻ പറ്റും. ഇനി എങ്ങോട്ടാണോ എന്തോ. അപ്പോൾ ഗൈസ്, ഇതൊരു താഴ്വരയാണ് കേട്ടോ. മോനെ കണ്ടു താഴ്വര.
കിടുക്കാച്ചി സ്ഥലം കേട്ടോ. താഴെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു നമ്മൾ നടന്നു പോകേണ്ടത്. കുറച്ച് പച്ചപ്പെല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഇതൊരു താഴ്വരയാണ് കേട്ടോ. ഈ മനോഹരമായിട്ടുള്ള ഒരു താഴ്വരയാണ്. ഒരു മനുഷ്യക്കുഞ്ഞില്ല കേട്ടോ. അതാണ് ഇവിടെ. നമ്മൾ പച്ചപ്പ് തേടിയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്തിയിട്ടുണ്ട്. ഡേഞ്ചറാണ് ഇവിടെ. നല്ലൊരു കുത്തനെ ഇറക്കമാണ്. ഒരു സൈൻ ബോർഡൊക്കെ കാണാൻ കേട്ടോ. അതിൽ തന്നെ drawing accident are now popular. Be caution when getting to wadis. Keep away from deep water, pit and pool. Keep an eye on your kids. Lifebuoy protects you and your kid. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് പിന്നെ അപകടങ്ങളൊക്കെ നടക്കുന്ന ഏരിയ ആണ്. കുട്ടികളെ സൂക്ഷിക്കുക എന്നൊക്കെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വാദിയൊക്കെ കുറച്ച് ഡേഞ്ചറാണ്. കുട്ടികളുടെ മേലൊരു കണ്ണ് വേണം എന്നൊക്കെയാണ് ഈ ഒരു ബോർഡിൽ എഴുതി വെച്ചേക്കുന്നത്. മാക്സിമം സൂക്ഷിച്ച് പോകാമെന്ന് പറയുന്നുണ്ട്. താഴത്തേണ്ട ഈ വാദി നമ്മളിപ്പോൾ കാണിച്ചു തരാം. വളരെ വലിയൊരു വാദിയാണ് കേട്ടോ. അവിടെ വണ്ടി ഒതുക്കിയിട്ടിട്ട് നമുക്ക് കാണിക്കാം. ഓക്കെ, ദൂരെ കണ്ടില്ലേ ആ വെള്ളം വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതണ്ട, വാവ്, നല്ല ഡേഞ്ചർ സ്ഥലം കേട്ടോ. ദൂരെ ഒരാളിരിപ്പുണ്ട്. പാറയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ വാദി അർബൈൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു താഴ്വരയാണ് ശരിക്കും. ഹിമാലയൻ താഴ്വര എന്നൊക്കെ പറയുന്നില്ലേ. ചുറ്റോട് ചുറ്റും വൻ ഹൈറ്റുള്ള അടിപൊളി മലകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ നടുക്കൊരു കിഡിലൻ വെള്ളച്ചാട്ടം. ഓക്കെ, ഇവിടെ കുറേ എന്താ പറയുക, ഭയങ്കര തണുപ്പ് കേട്ടോ രാവിലെ തന്നെ. ഞാൻ നിങ്ങളെ ആ ഒരു വെള്ളച്ചാട്ടം കാണിച്ചു തരാം. നമുക്ക് ശരിക്കും ഇവിടെ അല്ല കേട്ടോ, ഇവിടുന്ന് കുറച്ച് ട്രക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ആദ്യമേ നമ്മൾ കാണുന്നത് ഈ ഒരു വെള്ളച്ചാട്ടമാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു സൈൻ ബോർഡുണ്ട്. നല്ല ഡേഞ്ചറായിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ട് തന്നെ കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കണമെന്ന് നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗൈഡുണ്ട്. ഗൈഡ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ശരിക്കും ഒരു ഡാം പോലത്തുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ഈ ഒരു വെള്ളച്ചാട്ടം? ഇവിടുത്തെ കിടിലൻ കാഴ്ചയാണ്. അടിപൊളി. ഈ വാദിയാണ് ഇങ്ങനെ ഒഴുകി പോകുന്നത്. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴൊക്കെ ചെറിയ വെള്ളങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വെള്ളമെല്ലാം ഇവിടുന്ന് വരുന്നതാണ്. ഇത് ഭയങ്കര ആഴമുള്ള പ്രദേശം കേട്ടോ. ഭയങ്കര കുഴിയുള്ള സ്ഥലമാണ്. ഇവിടെ പാറയൊക്കെ എടുക്കും. നമ്മുടെ നാട്ടിലെ കോറികളുണ്ടല്ലോ, അതേപോലത്തെ സംഭവങ്ങളാണ് ഇവിടെ കേട്ടോ. അത് അവിടെ അങ്ങ് ഇരുന്നിട്ട് ഒരാൾ പാറ പൊട്ടിക്കുന്നുണ്ട്. ഇതാ കിഡിലൻ സ്ഥലമാണ് കേട്ടോ. കിഡിലൻ സ്പോട്ടാട്ടോ ഇത്. നെക്സ്റ്റ് ലെവൽ സംഭവം. ഇവിടുത്തെ ഒരു കാലാവസ്ഥ നല്ല മഞ്ഞുണ്ട് കേട്ടോ. നമുക്കിനി ട്രക്കിങ് തുടങ്ങിയാലോ? ഇവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് നടന്നു പോകണം. ഇനി
എനിക്ക് വന്ന് അവിടം വരെ എങ്ങാണ്ട് വണ്ടി പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ കഴിച്ച് നമുക്ക് വണ്ടി അവിടെ ഇട്ടിട്ട് ഇനി നടക്കണം കേട്ടോ. നടക്കാൻ തുടങ്ങുവാണ്, നടക്കാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞ് അങ്ങോട്ടേക്ക് നടക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടം വരെ വണ്ടിയുള്ളൂ, അങ്ങോട്ടേക്ക് ഇനി വണ്ടി പോവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. കുപ്പിയും വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം നടക്കണമെന്നൊന്നും അറിയത്തില്ല, എന്തായാലും നടക്കാൻ പോവാം. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടോ മക്കളെ, വേറെ ലെവൽ കാഴ്ചകളാണ്. കണ്ടേ അവിടുന്ന് ആ ഒരു മഞ്ഞൊക്കെ വരുന്ന വരക്കം കണ്ടില്ലേ? ഉഫ്, പൂളി തണുപ്പാണ് കേട്ടോ ഇവിടെ, പൂളി തണുപ്പ്. ഇവിടെ സംഭവം ഇവിടെ പണിയെടുക്കുന്നവരുണ്ട് കേട്ടോ, ബംഗാളികളാണ്. എവിടെ ചെന്നാലും ബംഗാളികൾ പണിയെടുക്കുന്ന കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഈ വന്ന കാലത്ത് അവന്മാരെ കൊണ്ടേ പറ്റത്തുള്ളൂ കേട്ടോ. അവന്മാരാണ് ശരിക്കും, ഏത് കോണിലും ഉണ്ടാവും അവന്മാർ. ആടിനെ മേയ്ക്കാനായാലും എന്തിനായാലും. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ഇത് ഒരുപാട് ഉള്ള ഏരിയയാണ്, നമ്മളെ കൊണ്ടൊന്നും നിൽക്കാൻ കഴിയില്ല. അവിടെ അവന്മാരാണ്ട പാറ പൊട്ടിക്കുന്ന പണി. എവിടെ ചെന്നാലും കാണാൻ പറ്റും അവന്മാരെ. ഉഫ്, നൈസ് സ്ഥലം കേട്ടോ. വെള്ളം കണ്ടോ, കിഡിലൻ. ഇവിടെ ഉണ്ടൊരു വെള്ളച്ചാട്ടം കേട്ടോ. എല്ലാ സ്ഥലത്തൂടെയും വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്, ഇറ്റിറ്റ് വരുന്നുണ്ട്. ഇവിടെ നാരകത്തിൻ്റെ കൃഷിയാണ്, നാരകം. അതൊരു മസറയാണ്. ഇവിടെയും ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെയൊക്കെ കുളിക്കാൻ പറ്റിയ ഏരിയകളാണ് കേട്ടോ. ഇവിടെയൊക്കെ അടിവശം കാണാൻ പറ്റും, പക്ഷെ നല്ല ആഴമുണ്ട്. ഇനി ഏത് വഴിയാണ് നടന്ന് പോകുന്നതെന്നറിയില്ല, ആരും ഇല്ലല്ലോ ഇവിടെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും. നമുക്ക് ഈ പയ്യനോട് ചോദിക്കാം കേട്ടോ, നമ്മൾ പോയ വഴി തെറ്റി. അസ്സലാമു അലൈക്കും. वो सादा मकान की फ्रो अमल माई فوق وين كان؟ سيدة على طول. سيدة. താങ്ക് യു. നമ്മളതിനോട് ചോദിച്ചപ്പോൾ അതുവഴി നടന്നു പോകണം കേട്ടോ. നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്ന വഴി കൂടെ, അപ്പുറത്തെ വഴി കൂടെ, ആ പാറ വഴി ഇടുക്കി കൂടെ എല്ലാം കയറി പോകണം. ഗൈസ് ഇത് കണ്ടില്ലേ, നമ്മൾ ആ ഒരു ഭാഗത്തു നിന്ന് കേട്ടോ നടന്നു വന്നേ. ഈ പാറക്കല്ലുകൾക്കിടയിലൂടെ നമ്മളിനി അകത്തേക്ക് പോവാണ്. ആരും ഇല്ല ഇവിടെ വഴി ചോദിക്കാൻ. ഒരു പയ്യനെ കണ്ട വഴി ചോദിച്ചു. അപ്പോൾ ഇതുവഴി നേരെ സീതാന്നാണ് പറഞ്ഞത്, നേരെ പോകുന്ന വഴിയാണെന്നാണ് പറഞ്ഞത്. വഴിയൊന്നുമില്ല, വഴിയൊക്കെ തപ്പിപ്പിടിച്ച് വേണേൽ പോയിക്കോണം. ഇനി ആ വഴിയാണോന്നും അറിയത്തില്ല. അവിടെ വാദിയുടെ ഇതുണ്ട്, ഇവിടെ മൊത്തം കാടാ. ഈ വഴി ആവാനാണ് സാധ്യത, നോക്കാം എന്തായാലും. ഗൈസ് ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ പേടി വരുന്നുണ്ട്. ഒരു മനുഷ്യനില്ല ഇവിടെ വഴി ചോദിക്കാൻ പോലും. ഈ പോകുന്ന വഴി ശരിയാണോ എന്ന് പോലും അറിയത്തില്ല കേട്ടോ. എന്തായാലും നമ്മുടെ ആദ്യത്തെ ട്രക്കിംഗ് എക്സ്പീരിയൻസ് കേട്ടോ. നമ്മൾ നടക്കാൻ പോവാണ്, നടക്കുക. ഒരുപാട് ദൂരമുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഒരാളൂടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. ഒന്നാമത്തെ പ്രശ്നം ഇവിടെ ചോദിക്കാൻ ആരുമില്ല, വഴി ചോദിക്കാനൊന്നും ഒരു മനുഷ്യനില്ല. ഈ വഴി തന്നെയാണോ എന്നും അറിയത്തില്ല. ഈ വഴി ആവാനാണ് സാധ്യത കൂടുതലും. എന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ ഒരു വരവ് കണ്ടിട്ട് അതാണെന്ന് തോന്നുന്നു. ഗൈസ് അങ്ങനെ നമ്മൾ ഏതോ ഒരു ഏരിയയിലെത്തി കേട്ടോ. അവിടെ കുറച്ച് മുകളിൽ കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം അതുവഴി ഒന്ന് നടന്നു പോകാം. ഏറ്റവും മുകളിൽ കുറച്ചിവിടെ കെട്ടിയിട്ടിട്ടുണ്ട് സംഭവം, അതുണ്ടല്ലേ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതുവഴി ഒന്ന് നടന്നു പോകാം. ഇതുവഴി നല്ല റിസ്ക്കാണ്, പാറക്കെട്ടായതിൻ്റെ നല്ല റിസ്ക് ഉണ്ട്. അതുകൊണ്ട് ആ വഴി മേളിൽ കൂടെ നമുക്കൊന്ന് നടന്നു പോകാൻ വേണ്ടിയിട്ട് പോകണം. ശരിക്കും ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ആളെല്ലാം വരുമായിരിക്കും. ഒരു മനുഷ്യനില്ല കേട്ടോ. ആ മോനെ ആരോടൊക്കെ ഇന്ന് ചോദിക്കാൻ പോലും ഒരാളും ഇല്ല. ഇത് കണ്ടില്ലേ, നമുക്ക് ആ കിടക്കുന്ന സ്ഥലത്തോട്ടൊക്കെ ആയിരിക്കും പോകേണ്ടത്. ഞാൻ എന്തായാലും മുകളിലോട്ട് കയറി അതുവഴി നടന്നു പോകാൻ വേണ്ടിയിട്ട് പോവാം. ഓക്കെ, എന്തായാലും മേളിൽ കയറാം. മേളിൽ കയറി ആ ഒരു ചാല് കെട്ടിയിട്ടിട്ടുണ്ട്. ആ ചാലിൽ കൂടെ സേഫായിട്ട് കുറച്ച് നേരം നടക്കാം. അല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ചിലപ്പോൾ പാറകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുമോ, നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇതാകുമ്പോൾ ആ ചാല് വഴി കുറച്ച് നടന്നിട്ട് അല്ലാതെ പോവാം. എന്തായാലും സെറ്റാട്ടോ സംഭവം.
എന്തായാലും ഞാൻ അവിടെ എത്തും. എത്ര ലേറ്റ് ആയില്ല അവിടെ എത്തും. ഇതാ അവിടെ ചാലുണ്ടല്ലേ, ഈ ചാല് വഴി നടന്നു പോകാം. ഇതുണ്ടോ, അതുവഴി ഇങ്ങോട്ട് നടന്നു വന്നേ. ഇതാവുമ്പോൾ സേഫായിട്ട് നടന്നു പോകാൻ പറ്റുമായിരിക്കും. എന്തായാലും വെള്ളത്തിൻ്റെ ഒഴുക്ക് ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. എന്നിട്ട് ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്തായാലും തെറ്റത്തില്ല. ഓക്കെ. എൻ്റെ പൊന്നോ, ഇപ്പം തന്നെ 8:45. ഇന്ന് മിക്കവാറും പള്ളിയിൽ പോക്കൊന്നും നടക്കില്ല. നല്ല ഇത് സാധനം മുള്ള കേട്ടോ, ഈ ഭയങ്കര മുള്ളുള്ള സാധനം. ഷർട്ടിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. ഞാൻ വെള്ളവും കുപ്പിയും കരുതിയിട്ടുണ്ട്. ഇതുണ്ടോ, വെള്ളവും കുപ്പിയും കരുതിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വെള്ളം കുടിക്കാനും കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. അത്രയ്ക്ക് നീരുറവാണ്, അത്രയ്ക്ക് തെളിഞ്ഞ് കിടക്കുക. ഞാനിപ്പോൾ ഇതുവഴിയാണ് നടക്കുന്നത് കേട്ടോ. നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്, നോക്കി നടന്നില്ല വീഴും. ഗൈസ്, ആ മുന്നിൽ കാണുന്ന ഇത് കണ്ടില്ലേ, 2 മലകൾ, അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പോകണ്ട കേട്ടോ. ഇവിടെ കുറേ ആടുകളൊക്കെ ഇപ്പോണ്ട്. എനിക്കിന്ന് ഇവിടെ ആടിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും. ഒരാളെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. എത്ര നേരമായെന്നറിയാം, ഒരു മനുഷ്യനില്ല. ഞാൻ കരുതി ആരെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമെന്ന്. ഇത് ആടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെയൊക്കെ ആടുകളുണ്ട്. ആടുകളെ മെയ്യാൻ വിട്ടേക്കുന്ന സ്ഥലമാണ്. ഏതാ ആടിക്കുന്നു, ആടും ഞാനും. പക്ഷെ വെള്ളം നെക്സ്റ്റ് ലെവൽ കിട്ടോ. ഇതുണ്ടോ, അടിപൊളി. നമ്മളിതുവഴിയാണ് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. ഇതൊരു ചെറിയ വഴിയാണ്. ഉഫ്, മോനെ എന്ത് രസമുണ്ടോ നോക്കി. അയ്യോ, അടിപൊളിയല്ലേ. ഇത്രയും ദൂരം നമ്മൾ നടന്നു കേട്ടോ. ഇനി ഇത്രയും ദൂരമുണ്ട്, ഇനിയുണ്ട്. ഒന്നും ആയിട്ടില്ല, ഇനി ഒരുപാടുണ്ട് പോവാൻ. പോവാം, എത്തുന്നിടം വരെ പോട്ടെ. അപ്പോഴത്തേക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് ആളിറങ്ങുമായിരിക്കും. ഇനി കുറച്ച് നേരം ഇതുവഴി നടക്കാം. അവിടെ അത്രേ ഉള്ളൂ. അല്ല വേണ്ട, ഇതുവഴി തന്നെ നടക്കാം. ഈ വഴിയെല്ലാം കയറി പോവാം. അങ്ങനെ ഗൈസ്, ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഏകദേശം ക്ഷീണിച്ചു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വെള്ളമുണ്ട്, ഷൂ മൊത്തം നനഞ്ഞ്. ഇടയ്ക്കിടയ്ക്ക് നല്ല വെള്ളമുണ്ട്. ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. എന്നുവെച്ചാൽ വെളുപ്പാങ്കാലം ആയതുകൊണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ വിദേശികളൊക്കെ ഇങ്ങനെ ഇറങ്ങും. പിന്നെ ഓരോ ഷൂവിൻ്റെ പാടുകളൊക്കെ ഉണ്ട്, ചെരുപ്പിൻ്റെയൊക്കെ പാടുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടന്ന് പോകുന്നത്. ഇതിനി ഇവിടെ നിന്ന് എങ്ങനെ കയറുമെന്ന് ഒരു പിടുത്തമില്ല. നമുക്കിനി ഇതുവഴി കുനിഞ്ഞു പോകണം. ഇതൊക്കെ ആളുകൾ നടക്കുന്ന വഴിയായിട്ട് പിന്നെ കുഴപ്പമില്ല. കാട്ടും കാട്ടുണ്ട്, അങ്ങോട്ടും കുഴപ്പമില്ല. പോട്ടാ. എൻ്റെ മോനെ, ഇപ്പോഴേ തണുപ്പുണ്ടായിട്ട് നൈസായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് വലിയ വലിയ പാറകൾ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഉണ്ടായിട്ട് നമുക്ക് റൂട്ട് തിരിച്ചു വിടേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആ ഒരു കളറുണ്ടോ മച്ചന്മാരെ. അയ്യോ, എന്ത് രസമുണ്ടോ നോക്കി. ഈ രണ്ടര ഇടയിൽ കൂടെ വേണം പോകാൻ. വെള്ളം എന്ന് പറയാൻ നെക്സ്റ്റ് ലെവൽ വെള്ളം. ഇതെല്ലാം നല്ല ആഴമുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇപ്പുറത്ത് വന്ന കേട്ടോ, ഇവിടെയും വെള്ളമാണ്. അപ്പോൾ നമുക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഇനി വേറെ വഴി നോക്കേണ്ടി വരും. രണ്ടിടത്തും വെള്ളമാണ്. ആ വഴി ഇനി കയറി പോകേണ്ടി വരും. ഈ 2 വഴി കൂടെ പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ വന്ന വഴി കൂടെ തിരിച്ച് ചാടി നോക്കാം. ഇതുണ്ടോ,
ചെറിയ 3-4 കല്ലിങ്ങനെ വെച്ചിട്ടുണ്ട് ആൾക്കാരെ. നമുക്കിനി ആ മുകളിൽ വഴി കൂടെ കയറിപ്പോയി നോക്കാം. അല്ലാതെ നടക്കത്തില്ല. ഇങ്ങനെ കയറിയിട്ട് ഇറങ്ങാൻ നോക്കാം. ഇങ്ങനെ കയറിയിട്ട് ഇതുവഴി എങ്ങും ഇറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ ഗൈസ് ഇവിടെ ഇനി കുറച്ച് നേരം റെസ്റ്റ് കേട്ടോ. പോരെ മോനെ, വലിയ പാടാണ് കേട്ടോ. ഇതുണ്ടോ, ചില സ്ഥലങ്ങളിൽ നമ്മൾ കയറി വരുമ്പോൾ വലിയ പാറയായിരിക്കും, അവിടുന്ന് താപ്പോട്ട് ഇറങ്ങാൻ വലിയ പാടാണ്. അപ്പം നോക്കിയും കണ്ട് വന്നിട്ട് ഞാനിപ്പം ആദ്യം അവിടെ പോയിട്ട് പിന്നെ തിരിച്ചിറങ്ങി വന്നു. ഇനി ഇങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, വലിയ പാറകളാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇനി അതുവഴി ഇറങ്ങി നടന്നു പോകണം. അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്പരും അത് ഇതൊക്കെ. അടിപൊളിയാട്ടോ സംഭവം. ഇനി നടക്കാനുണ്ട് കുറേ. ഇനി എനിക്കൊന്ന് താഴെ ഇറങ്ങിയിട്ട് അതുവഴി നടക്കണമായിരിക്കും. ഇനി കുറച്ച് വെള്ളം കുടിക്കാം. ഗൈസ് കണ്ടിട്ട് തന്നെ പേടി വരുന്നുണ്ടോ, പാറകളാണ് മുകളിലോട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടോ നടുക്കിങ്ങനെ വെള്ളമാണ്. അപ്പോൾ ഈ പാറകളൊക്കെ വേണം ചാടി വേണം നമുക്ക് പോകാൻ കേട്ടോ. ചില സ്ഥലങ്ങളിൽ അങ്ങനെ വിട്ട് കിടക്കുന്നില്ല. അപ്പോൾ ആ സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് ചിലപ്പോൾ പിന്നെ കറങ്ങിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ വരും. ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് പിന്നെ നടന്നു പോകും. അപ്പോഴായിരിക്കും വലിയ പാറ കാണുക. അതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ ഇതുവഴി ട്രക്കിങ്. എന്തായാലും നടക്കണം. എന്തായാലും ഇറങ്ങി തിരിച്ചെന്തായാലും ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടേ മാറത്തുള്ളൂ ഗൈസ്. അങ്ങനെ ഗൈസ് ഇങ്ങനെ വീണ്ടും ഒരു ബ്ലാങ്കായിട്ടുള്ള സ്ഥലത്തെത്തി. ഇതുണ്ടോ പാറയുടെ ഭാഗത്തുനിന്ന് കറുത്തൊരു സാധനം വരുന്നത്. എനിക്ക് തോന്നുന്നു മറ്റേ കൺമതമാണെന്ന് തോന്നുന്നു കേട്ടോ. പാറയ്ക്കകത്തുനിന്ന് കറാന്ന് കിടക്കുന്നുണ്ടോ, ഒലിച്ചിറങ്ങുന്നേ. ചുറ്റിനും ഇതാണ് കേട്ടോ. ഈ അതുവഴി കയറി വന്നു. അവിടെ 2 വലിയ പാറകളുണ്ട്. ഭയങ്കര പ്രശ്നം കേട്ടോ. എൻ്റെ മോനെ, ഒരാളും കൂടെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. എന്താണ് കൈസ് ഇത്, സ്വർഗോ? ഇതുകൊണ്ടോ ഏറ്റവും മുകളിലൊരു ഗുഹ ഉണ്ടോ, അതൊരു ഗുഹയാണ് കേട്ടോ. അയ്യോ, അതൊരു ഗുഹയാ. വെള്ളപ്പാമ്പിനെ കണ്ട് കൈസ്. ഇവിടെ എന്തായാലും ഷൂ നനയും. അങ്ങോട്ടേക്ക് കടക്കാൻ വേണം. അതുവഴി വഴി ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ഇവിടെ ഒരു വെള്ള പാമ്പിനെ കണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇവിടെ കണ്ട കാഴ്ച വന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ. ഇവിടെ ആരോ 7 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയൊക്കെ ആയിരിക്കും നടന്നു പോകുന്നത്. ഞാൻ 2-3 വഴി തെറ്റി കേട്ടോ. ഭയങ്കര റിസ്കി വഴികളാവും ഗൈസ്. അറിയത്തില്ല, ഈ കുപ്പിയും ക്യാമറ എല്ലാം കൂടെ നടക്കുന്നില്ല ഗൈസ്. വഴികാട്ടിയായിട്ടേ ഇങ്ങനെ കല്ലുകൾ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഈ കല്ലുകളൊക്കെ നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് മുൻപേ പോയവരൊക്കെ, അല്ല നേരത്തെയൊക്കെ പോയി വന്നവരൊക്കെ ഇതുപോലെ കല്ലുകൾ അടുക്കി വെച്ചേക്കുന്നത് കേട്ടോ. അതൊക്കെ നോക്കി പിടിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. ശരിക്കും ഞാൻ അണച്ചു കേട്ടോ. ഏകദേശം നമ്മൾ ട്രക്കിങ് തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. അയ്യോ, നൈസ് സാധനം, അടിപൊളി കേട്ടോ. വേറെ ലെവൽ കാഴ്ച കേട്ടോ. ഇവിടെ വേറെ ലെവൽ കാഴ്ച. ഇനി ഇത്രയും നടന്നു പോകണമല്ലോ നമ്മൾ തിരിച്ച് എന്ന് ആലോചിക്കുമ്പോഴാണ്. ഇനി മേളിൽ കൂടെ ആണോ താഴെ കൂടെ ആണോ എന്നറിയില്ല. മേളിൽ കൂടെ പോയാൽ ചിലപ്പോൾ താഴെ എത്താൻ പാടായിരിക്കും. നോക്കാം, നോക്കിയിട്ട് പോകാം. ഇവിടെ സീനില്ല. ഇവിടെ ഇനിയിപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഗൈസ് ഇവിടെ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് നടക്കാൻ കഴിയില്ല. ഇതുണ്ടോ, പാറ ഇനി ഇങ്ങനെ കിടക്കുക ചരിഞ്ഞ്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്നറിയാം, ഇങ്ങനെ താഴെ ഇറങ്ങിയിട്ട് അപ്പുറത്തെ വഴി കൂടെ നടന്നു പോകണം. ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ പാറ കിടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് നടന്നു പോകാൻ കഴിയില്ല. ഇനി ഇതുവഴി നടന്നിട്ടേ അപ്പുറ സൈഡിൽ അതുവഴി പോകണം. അങ്ങനെയാണ് ഗൈസ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് ഒരു വഴി കൂടെ വിശ്വസിച്ച് പോകാൻ കഴിയില്ല കേട്ടോ. ഒരു വഴി കൂടെ പോയാൽ ആ വഴി അങ്ങ് തീരും. പിന്നെ അത്രയും തിരിച്ച് നടക്കണം.
അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതാ നമ്മളിപ്പോൾ മേളിൽ കൂടെ വന്നേ. ഇനി നമ്മൾ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ പോകുന്നത് കേട്ടോ. ഇതുണ്ടോ, എന്തായാലും ഷൂ എല്ലാം നനയും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുണ്ട്. വേറൊരു കാര്യം, വെള്ളം ഉള്ളപ്പോൾ നടക്കത്തില്ല കേട്ടോ. ഷൂ നനഞ്ഞ് കാലിൻ്റെ അടിയിലെല്ലാം നനഞ്ഞ്. ഇതാ വെള്ളം ഉള്ളപ്പോൾ ഇതുവഴിയൊന്നും പോക്ക് നടക്കില്ല കേട്ടോ. ഇത് കയറ്റി വിടത്തില്ലായിരിക്കും, അത്രയ്ക്ക് പ്രശ്നമുള്ള സ്ഥലമാണ്. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ്, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. മഴ ഉണ്ടെങ്കിൽ ഇവിടെ നിരോധിക്കുമായിരിക്കും. വെളിയിൽ നിന്നെല്ലാം അരുവികൾ ഇങ്ങനെ വരുക പാറക്കെട്ടിയിൽ. പൊളി കാഴ്ച കേട്ടോ. എന്തായാലും നൈസ് സ്ഥലം. ഇനി ഇങ്ങനെ നടക്കണം. ഇനി മുകളിൽ കൂടെ ആയിരിക്കും നടക്കുക. അവിടെ അങ്ങ് വഴിയൊന്നും കാണുന്നില്ലല്ലോ. മുകളിലൂടെ നടന്നു നോക്കാം. ഗൈസ്, ഇവിടെ ടാസ്ക്കാണ് കേട്ടോ. ഇനി പാറ വഴി വലിഞ്ഞു പിടിച്ച് കയറി അപ്പുറത്ത് പോകണം. ഇതാ ഇവിടെ വെള്ളമാണ്, ആഴമുണ്ട്. അപ്പോൾ ഈ പാറ വഴി സേഫായിട്ട് പോകണം. അങ്ങോട്ട് നമ്മൾ ക്യാമറ ഓഫ് ചെയ്യാണ്. ഗൈസ്, ഏകദേശം 2 മണിക്കൂറത്തെ ട്രക്കിങ്ങിനൊടുവിൽ നമ്മൾ എത്തിപ്പെട്ട സ്ഥലം കാണണം. എനിക്ക് ഒരു മനുഷ്യക്കുഞ്ഞില്ല, ഞാൻ മാത്രം. ഇതുകൊണ്ടോ, കണ്ടാ പേടി വരും. അയ്യോ എൻ്റെ മോനെ, ഫുള്ള് വഴി തെറ്റില്ല കേട്ടോ ഗൈസ്. വഴി തെറ്റി ഒരു പരുവായി. പ്രിയമുള്ളവരെ, ഏകദേശം 2 മണിക്കൂറായി നമ്മൾ ട്രക്കിങ് തുടങ്ങിയിട്ട്. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിപ്പോയി. നമ്മൾ എത്തിപ്പെട്ടേക്കുന്ന സ്ഥലം കാണണോ എനിക്ക്? ഇതുണ്ടോ, ഒരു വിജനമായ സ്ഥലം, ഒരു മനുഷ്യനില്ല ഇവിടെ. ഒരു പേടിയുണ്ട്. അതുപോലെ തന്നെ നല്ല സുഖമുള്ള കാഴ്ചകളാണ്, നല്ല രസമുള്ള കാഴ്ചകളാണ്. വെള്ളച്ചാട്ടങ്ങളും അരുവികളും. ഒമാനിലെ ഒരു കിടിലൻ സ്പോട്ട് തന്നെ കേട്ടോ അത്. ഇതുവഴിയൊക്കെ നടന്നു പോകണം. മറ്റേ ഷൂ എല്ലാം നനഞ്ഞിട്ടുള്ളത്. 2-3 റിസ്കി വഴികളുണ്ട് കേട്ടോ. അതിനി അങ്ങോട്ട് തിരിച്ച് കിടക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു ചെറിയ പേടി. എൻ്റെ മോനെ, ഇതെന്തൊരു സ്ഥലമാണെന്നറിയോ? ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ഇവിടെയൊക്കെ വെള്ളമാണ്, ഇനി ഇതൊക്കെ ചാടിക്കിടക്കണം. ഇതൊരു മരണമാസ ട്രക്കിംഗ് ആയിപ്പോയി. ഓ, ഏകദേശം 2 മണിക്കൂറായി നമ്മൾ ട്രക്കിംഗ് തുടങ്ങിയിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത്, ഈ നമ്മുടെ മുമ്പേ പോയ ആൾക്കാർ ഇവിടെ സെവൻസ് പോലെ കല്ലിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ കൂടുതലും പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടാണ് നമ്മൾ പോകുന്നത്. ഇതുവഴി ആൾക്കാർ നടന്നിട്ടുണ്ട്. ഇത് അവിടെ എല്ലാം വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ. നല്ല സുഖമുള്ള കാഴ്ചകളാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നല്ല രസമാണ് നടക്കാൻ. ഇതുപോലത്തെ നല്ല സ്ഥലങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര സീനാണ്. പിന്നെ ചില പാറയുടെ സൈഡിൽ കൂടെ ഒക്കെ ഇവർ സിമെൻറ്റ് നൈസായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. അതുവഴി പിടിച്ച് നടക്കണം. അത് ഇച്ചിരി സീനാണ്. ഇതുണ്ടോ എൻ്റെ ഗൈസ്, ഒന്നും പറയണ്ട കേട്ടോ. വല്ലാത്ത സംഭവം തന്നെ. കയ്യിലിരുന്ന കുപ്പിയും വെള്ളവും ഞാൻ കളഞ്ഞു കേട്ടോ. കാരണം എന്ന് പറയുന്നത്, കുപ്പിയും വെള്ളം പിടിച്ചുകൊണ്ട് നടക്കുന്ന സീനാണ്. അതുകൊണ്ടാണ് ഞാൻ കളഞ്ഞു. ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇതാ ഇതുപോലത്തെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. അതാണ് നമ്മൾക്ക് ഒരു മനസ്സിനൊരു കുളിർമയായിരിക്കുന്നത്. ഇതുണ്ടോ, ഇനിയും നടക്കാനുണ്ട്, ഒരുപാട് നടക്കാനുണ്ട് ഇനി. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഇതാ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊരു വഴികാട്ടിയായിട്ട് ഇങ്ങനെ ആൾക്കാർ അടുക്കി വെച്ചേക്കുന്ന കേട്ടോ. അടുത്ത വെള്ളച്ചാട്ടം. അങ്ങനത്തെ ഒരുപാട് സൂപ്പർ സ്ഥലമാണ്. ഗൈസ്, ആകെ ക്ഷീണിച്ചു കേട്ടോ. എമ്മാതിരി നടന്നേ. ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഇത് പാറയുടെ ഇടയിൽ കൂടെ ഒക്കെ ഭയങ്കര റിസ്ക് ഉള്ള സ്ഥലം കേട്ടോ. ഒരു മനുഷ്യനിവിടെ കാണാനില്ല. വെള്ളമെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പുള്ള വെള്ളം കേട്ടോ. സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുന്നില്ല ഇവിടെ. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഭയങ്കര തണുപ്പ് ഈ വെള്ളത്തിന് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. പക്ഷെ നടക്കണം ഇനി. എൻ്റെ പൊന്നെ ഗൈസ്, ഇത് കണ്ടോ, വന്ന വഴി കണ്ട ചെറിയൊരു കേവാണ് കേട്ടോ. ഈ ട്രെക്കിങ് നടക്കുന്നവർക്കൊക്കെ ഇവിടെ വന്നിരുന്ന് വിശ്രമിക്കാം കേട്ടോ. നല്ല അടിപൊളി ഒരു കേവാണ്.
പാമ്പ് കണ്ടോ ഗൈസ്, എന്താ പോകുന്ന പാമ്പാ. പാറയിടുക്കിലൂടെ പാമ്പുണ്ട് കേട്ടോ. പ്രിയമുള്ളവരെ, ഇത്രയും നടന്നു വന്നിട്ടുള്ള നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം കണ്ടില്ലേ, എന്ത് മനോഹരമാണെന്ന് നോക്കിയേ ഗൈസ്, എന്ത് രസമുണ്ടെന്ന് നോക്കിയേ. ഓ, ഒരു അന്യായ ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒന്നും പറയണ്ട, ക്ഷീണം എന്ന് പറഞ്ഞാൽ മരണക്ഷീണം. ഇതുണ്ടോ സ്ഥലം കണ്ടോ, അടിപൊളി സ്ഥലം കേട്ടോ. എന്ത് തെളിഞ്ഞ വെള്ളമാണെന്ന് നോക്കിയേ. ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ ഗൈസ്, പക്ഷേ ഫുൾ അടിവശം മൊത്തം കാണാൻ പറ്റും. ശരിക്കും ഗൈസ് നമ്മൾ മറ്റൊരു സ്ഥലം ഉദ്ദേശിച്ച് വന്നതാണ് കേട്ടോ, കാണുന്നില്ലത്. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ചു വരുന്നൊരു ഇതുണ്ട് ആ മുകളിൽ നിന്നല്ല, പക്ഷെ അതൊന്നും ഇപ്പോൾ ഇല്ല, വെള്ളം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോ നിങ്ങളിപ്പോൾ കാണിച്ചു തരാണ്ട്, ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പോലെ നല്ല കിടിലൻ സ്ഥലമാണ് കേട്ടോ ഇത്. പക്ഷേ നമുക്കിപ്പം ആ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല, കാരണം മുകളിൽ നിന്ന് വെള്ളം ചാടുന്നില്ല. ഓക്കെ, നല്ല പൊളി സ്ഥലമായിരുന്നു. നമുക്കെന്തോ നിർഭാഗ്യവശാലും നമുക്ക് ആ ഒരു കിട്ടിയിട്ടില്ല ആ വെള്ളം ചാടുന്നത്. ഓക്കെ, ഇവിടെ നിന്നായിരുന്നു ആ വെള്ളം ചാടിക്കൊണ്ടിരുന്നത്. നിങ്ങളിപ്പോൾ ഫോട്ടോ നിങ്ങൾ കാണുന്ന പോലെ ആ ഒരു വെള്ളം ചാടുന്ന സ്ഥലം തപ്പി വന്നതാണ്. അതിവിടെ തന്നെയാണ്, പക്ഷേ നമുക്കിപ്പോൾ അത് കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. ഇത്രയും ട്രക്ക് ചെയ്ത് നമ്മൾ വന്നിട്ട് അത് കാണാൻ പറ്റിയില്ല, നല്ല വിഷമമുണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ. നല്ലൊരു വാട്ടർഫോൾ കണ്ടു, പിന്നെ നല്ല കിടിലൻ എന്താ പറയുക ട്രക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്തു. അതിൽ ഇതാണ് കേട്ടോ എൻ്റെ ആദ്യത്തെ ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഡേഞ്ചറായിട്ടുള്ളൊരു ട്രക്കിംഗ് കേട്ടോ ഇത്. എന്തായാലും നൈസ് സംഭവമാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് തിരിച്ചിറങ്ങണം. ഏകദേശം ഇനിയുണ്ട് ഒരു 3 മണിക്കൂർ തിരിച്ചിറങ്ങണം. നമ്മൾ ഏകദേശം 3 മണിക്കൂറാണ്, 2.5 മണിക്കൂർ കേട്ടോ. 2.5 മണിക്കൂറാണ് കയറി വന്നത്. ഇനി 2.5 മണിക്കൂർ തിരിച്ചിറങ്ങണം. ഓക്കെ, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അടിപൊളി ഒരു അഡ്വഞ്ചർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഫുൾ ആൾ വന്ന് തുടങ്ങി. നേരത്തെ ഇവിടെ ഒറ്റ വണ്ടിയില്ലായിരുന്നു കേട്ടോ, ഇപ്പോൾ ഫുൾ ആളായി.